വീട് കണ്ടോ? അതാ ഇതുകൊണ്ട് അത് ആ തല തൊട്ടപ്പനാണ് എന്നൊക്കെ അപ്പത്തിന് വിഷമം വരുന്നുണ്ട്. ഞാൻ തരം കഴിച്ചു എന്തോ മുട്ടായി കൊതിച്ചു എന്തോ എന്തോ പൊന്നു ഒന്നുകൂടെ പറഞ്ഞു, മാമിക്ക് മനസ്സിലായില്ല. ആ ശരി. എന്തുവാന്ന് വെച്ചാലേ എന്തുവാ എന്തുവാ കുക്കാമ്മ രാമൻ പറഞ്ഞു എന്നെ മമ്മ എന്നെ അപ്പാമ്മ ഇല്ല എന്താ എന്ന് വെച്ചാൽ കുക്കമ്മയുടെ അല്ലെന്ന്. എന്നിട്ട് പറയുമ്പോൾ കുക്കമ്മ ചോദിച്ചു അതിന് ഇങ്ങനെ ചോദിച്ചപ്പം അവൻ പിണങ്ങി കുക്കമ്മയുടെ കയ്യെ കടിച്ചിട്ട് പോയി. എന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങി. എന്നിട്ട് കുക്കമ്മ എന്ന് വെച്ചപ്പോൾ ഓടി പറന്നു വന്നു. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നതേ ഉള്ളൂ പ്രിയങ്ങളെ. ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഇന്ന് മഴ അധികം ഇല്ലായിരുന്നു. ഒന്ന് എന്താ പറയുക, ഒന്ന് ഉണങ്ങി, മുറ്റമൊക്കെ ഒന്ന് ഉണങ്ങി കിടക്കുന്ന അവസ്ഥയിൽ ഇന്നിപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് വന്ന് കയറിയത്. നമ്മൾ വഴിയൊക്കെ റെഡിയാക്കിയെങ്കിലും മണ്ണൊക്കെ കുറച്ച് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വണ്ടി വളരെ സൂക്ഷ്മതയോടെ, എന്നെ സംബന്ധിച്ച് സൂക്ഷ്മതയോടൊക്കെയാണ് കയറ്റിക്കൊണ്ട് വരേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, നമുക്ക് ഈ കൈക്ക് പ്രശ്നം ഉള്ളത് കൊണ്ട്, ഈ കൈക്ക് ബലം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു കൈയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ജോലിക്കും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം വണ്ടി ഓടിക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇപ്പം മോനുകുട്ടൻ എൻ്റെ കൂടെ വണ്ടിയിലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബാലൻസ് പോകുന്ന പോലെ തോന്നുവേ. ഞാൻ വേറെ ആരെ, ഞാൻ മോനുകുട്ടനല്ലാതെ വേറെ ജാനിക്കുട്ടിയെ പോലും എനിക്ക് എൻ്റെ കൂടെ കൊണ്ടുവരാൻ പേടിയാണ്. ജാനിക്കുട്ടിയും കുഞ്ഞോനും വഴക്കുണ്ടാക്കുമായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇവരെ എല്ലാവരെയും കൂടെ എനിക്ക് സ്കൂട്ടറെ കൊണ്ടുവരാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ്, കുക്കുവമ്മ നിങ്ങളെ രണ്ടിനെയൊക്കെ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന പോലെ ഒന്നും മാമിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങി പോന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വഴക്കാണ്. ഇനിയിപ്പം കുക്കു ഇങ്ങോട്ട് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. കുക്കുവിന് ട്യൂഷൻ എടുക്കണം, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വന്ന് വിളിച്ചുകൊണ്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പിന്നെ നേരത്തേക്കാണ് ജാനിക്കുട്ടിയായിരുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ കൂടെ വരണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പം കുഞ്ഞോയും പറയും മമ്മി ഞാനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് അലയുന്നത് കണ്ടിട്ട് പോരുന്നത് വിഷമവുമാണ്. പക്ഷെ എന്തോ ചെയ്യാൻ, രാത്രിയിലൊക്കെ നമുക്ക് ഇതുവഴിയുള്ള യാത്രകളൊക്കെ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നത് മഴയാണ്, പിന്നെ ഇഴജന്തുക്കളൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ട്. പിന്നെ ഇന്നിപ്പോൾ മോനുകുട്ടൻ്റെ സ്കൂളിലെ PTA മീറ്റിംഗ് ആയിരുന്നു, ഫസ്റ്റ് PTA മീറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് ചെല്ലണമെന്നുള്ളത് മോനുകുട്ടൻ 2-3 ദിവസം കൊണ്ടേ ഇവിടെ കിടന്ന് പറയുന്നുണ്ടായിരുന്നേ. ഇന്ന് പുതിയ PTA ഒക്കെ തിരഞ്ഞെടുക്കുമായിരുന്നു. PTAയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ
ഇതിൻ്റെ ഇടയ്ക്ക് ഈ വർഷം എന്ന് പറഞ്ഞാൽ 100ാമത്തെ വർഷമാണ്, ആ സ്കൂളിൻ്റെ 100ാം വാർഷികമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഓടി വരാൻ പറ്റൂല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. PTA മീറ്റിങ്ങിനും അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സ്കൂളിൽ വിളിച്ചാൽ പോലും ഉച്ചയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഞാനത് പറഞ്ഞു, പക്ഷെ എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു പാക്കറ്റ് പാല് മേടിക്കണം, അത് അമ്മയ്ക്ക് കൊടുക്കാനുള്ളത്. ഇവിടത്തേക്കുള്ളത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പാലൊക്കെ മേടിച്ചിട്ട് ഞാൻ മോനുകുട്ടൻ്റെ തലതൊട്ടപ്പൻ അപ്പച്ചൻ വയ്യാതെ കിടക്കുവാണ്. നേരത്തെയൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഞങ്ങൾ നേരത്തെ ഈ കടവനട്ടയിൽ വന്നതിന് ശേഷം വാടകയ്ക്ക് താമസിച്ച വീടാണത്, ജംഗ്ഷനിലുള്ള ഒരു വീട്. ആ വീട്ടിലെ അപ്പച്ചനാണ് മോനുകുട്ടൻ്റെ മാമോദീസായിക്ക് അവൻ്റെ തലതൊട്ടപ്പനായിട്ട് നിന്നത്. അവിടുത്തെ അമ്മച്ചിയാണ് മോനുകുട്ടനെ 1 മാസത്തോളം കുളിപ്പിച്ചത്. അപ്പോൾ ആ അപ്പച്ചനിപ്പം സ്ട്രോക്ക് വന്ന് കിടപ്പായി. അപ്പം ഞാൻ മുത്ത് വന്നപ്പം ഞാനിവിടെ പോയി കണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ അവിടെ മെഡിസിനൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ അപ്പച്ചനെ കാണാറുണ്ട്. പിന്നെ മുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പച്ചന് വയ്യാതെ കിടക്കും, ഒന്ന് പോയി കാണണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പോയായിരുന്നു. മോനുകുട്ടനെ ഒന്ന് കൊണ്ടുപോകണമെന്ന് അന്ന് തൊട്ട് വിചാരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും അവിടെ കൊണ്ടുപോയി അപ്പച്ചനെ കാണിച്ചു. അപ്പച്ചന് മനസ്സിലാവുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചപ്പോഴും കയ്യിലൊക്കെ മോനുകുട്ടനൊക്കെ ഞാൻ മോനുകുട്ടനോട് പറഞ്ഞു അപ്പച്ചൻ്റെ കയ്യിലൊന്ന് പിടിക്കുമെന്ന് പറഞ്ഞ് കയ്യിലൊക്കെ പിടിച്ചപ്പോഴത്തേക്ക് അപ്പച്ചന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, കരയുമായിരുന്നു അപ്പച്ചൻ. എനിക്കത് കണ്ടപ്പോൾ വിഷമം വന്നു. എന്തൊരു ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന മനുഷ്യരാണ്. എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പോൾ അവിടെ ഒന്ന് കയറി. പിന്നെ ജാനിക്കുട്ടിയുടെ കയറി. മാമി ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയേക്കുമായിരുന്നു. മാമിയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി സുഖമില്ലാതിരിക്കുമായിരുന്നു. മാമിയുടെയൊക്കെ വീടിൻ്റെ തൊട്ട് മുകളിലത്തെ വീട്ടിലെ ചേച്ചിക്ക് ഒന്ന് വീണു മുറിവൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിന് കോട്ടയത്ത് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു. അപ്പോൾ ഇന്ന് അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വന്നു. ഇപ്പോൾ 1.5 ആഴ്ച ആയെന്ന് തോന്നുന്നു. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നായിരുന്നു. ഇപ്പോൾ വീണ്ടും ചെക്കപ്പിന് പോയതാണ്. അപ്പോൾ മാമിയെ കൂടെ കൊണ്ടുപോയി. മാമിക്ക് കൈക്ക് വേദന കൊണ്ട് മാമി ഉറങ്ങത്തേ ഇല്ല രാത്രിയിൽ. ഭയങ്കര വേദനയും കരച്ചിലുമാണ്. ഇവിടെ നമുക്ക് തൊട്ടടുത്തുള്ളത് കോന്നി മെഡിക്കൽ കോളേജാണ്. കോന്നി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഓർത്തോയെയും ന്യൂറോയെയും കാണിച്ചു, ആയുർവേദം ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ടും മാമിക്ക് ഒരു മാറ്റവും ഇല്ല. സാധാരണ വയ്യാതെ വന്നാൽ നമുക്കൊന്ന് കിടന്നാൽ ഒരു ആശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഒരു ഗുളിക കഴിച്ചൊരു വേദന. ഇതങ്ങനെയല്ല, മാമിക്ക് കിടക്കാൻ വയ്യ. കിടക്കുമ്പോഴാണ് വേദന കൂടുന്നത്. അപ്പം മൊത്തം ഡാമേജാണ് കേട്ടോ. മാമിയുടെ ശരീരം മൊത്തം ഡാമേജാണ്. എനിക്ക് തോന്നി ഒരു 2 or 3 ബസ് ആക്സിഡൻറ്റിനകത്ത് മാമി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു ഓട്ടോ ആക്സിഡൻറ്റ്, അത് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. കുക്കുവിനൊരു 1.5 വയസ്സും കണ്ടുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയൊരു ഓട്ടോയാണ്. ട്രാൻസ്ഫർ ടൂസ് ഇടിച്ച് പഞ്ചറാക്കി, ബോൾ പോലെ ആക്കി. അതിനകത്ത് മാമിക്കാണ് ഏറ്റവും വലിയ ഫ്രാക്ചർ. ആ കൈ അങ്ങനെ ആയത് അന്നത്തെ ആ ഒരു അപകടം കൊണ്ടാണ്. പിന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല. പിന്നെ തുടരെ ഓട്ടോ ഡ്രൈവിങ് പഠിക്കാം. മാമൻ്റെ കൂടെ പോയി വണ്ടി എടുത്തടിച്ച് 2 പേരുടെ മേത്ത് വീണ് അങ്ങനെയൊക്കെ വീഴ്ചയും അപകടവും പറ്റി ശരീരം മൊത്തം ഡാമേജാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഏജിലാകുമ്പം അതിൻ്റെ എല്ലാം വേദനകൾ ഇളകുമല്ലോ. പിന്നെ ഇപ്പം ഷുഗറുണ്ട്. ഷുഗറിന് ഗുളികകൾ കറക്റ്റായിട്ട് കഴിക്കാത്തത് കൊണ്ടാണ് ഈ വേദന ഇത്രയും നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. അത് മാമിയോട് പറഞ്ഞ മാമി അംഗീകരിക്കത്തില്ല. ഇന്നിപ്പോൾ ഡോക്ടറൊക്കെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. വന്നെന്ന് തോന്നുന്നു. അമ്മയും മക്കളും കൂടെ നോക്കട്ടെ. അപ്പനും മക്കളും കൂടാന്ന് വന്ന് കണ്ടോ? വാ മോനെ, കുഞ്ഞിനെ പിടിച്ചോ. വഴക്കുണ്ടാക്കിയോ കുഞ്ഞോട്? ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കി. ജാനി ചേച്ചിയാണ് വഴക്കുണ്ടാക്കി. എന്താ പൊന്നു? സൈക്കിളോ? പിന്നെന്താ മക്കളെ? എന്താ പൊന്നു? എന്നിട്ട് പൂച്ച കയറും. മാമി അതിന് ആ കുപ്പിയെല്ലാം എടുത്ത് അവിടെ വെച്ച്. ടീ വെക്കാൻ അറിയാവോ മോന്? എന്നാ വെക്ക്. ഇമ്മിണി ചോറ് വെക്കാം. അതിന് വെള്ളം അങ്ങോട്ട് വെക്കട്ടെ. ഇന്നലെ നമ്മൾ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ കഴിച്ചതുകൊണ്ട് ചോറ് വെച്ചില്ല.
ഒന്നുമില്ല കളെ, പാത്രം താഴെ വീണതാ. ഇച്ചിരി അരി അടുപ്പിലോട്ടിട്ടിട്ട് 2-3 മീൻ പറക്കാനിരിപ്പുണ്ട്, മോരിയറിയുണ്ട്, മെഴുക്കുവരട്ടിയുണ്ട്. പ്രത്യേകിച്ച് പാചകമൊന്നും വേണ്ട. പിന്നെ അല്ലറ വേറെ കുറച്ച് പണികളുണ്ട്. ഇച്ചിരി സിമെന്റ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ അടുപ്പ് വെക്കുന്ന അടുപ്പിന്റെ പാതകം ഉണ്ടല്ലോ, അതിന്റെ അടിവശത്ത് ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ കുറേ ഉറുമ്പ് ഇങ്ങനെ ഇറങ്ങി വന്ന് ഞാൻ കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ കുറച്ച് സിമെന്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, വാങ്ങിച്ചുകൊണ്ട് വന്നേ. അപ്പം നമുക്കതെല്ലാം ഒന്ന് റെഡിയാക്കാം. ഇന്നിപ്പം വേറെ അധികം പണികളൊന്നും ഇല്ലല്ലോ. എന്തോ എന്തിനാ ജാനിക്കുട്ടി കുഞ്ഞിനെ അച്ഛേ? എന്റെ കുഞ്ഞോയെ അടിച്ചോ? എന്റെ കുഞ്ഞോയെ അടിച്ചോടി? അടി കൊള്ളും കേട്ടോ ജാനിക്കുട്ടി. ഇന്ന് എവിടെ നിന്ന് കിട്ടി എല്ലാവർക്കും ഒരുപോലെ തുമ്മല്? കുഞ്ഞോയ്ക്ക് തുമ്മലാന്നോ? പൊന്നോ, കുളിച്ച് ജപിച്ച് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ പ്രിയങ്ങളെ. നല്ലൊരു ജോലിയായിരുന്നു. സിമെന്റ് ഇട്ട് ഞാൻ കണ്ട ഹോളുകളെല്ലാം അടച്ചു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വീടിന്റെ മെയിൻ്റനൻസ് വർക്ക് നമ്മൾ ഒന്നിച്ചൊരു കോൺട്രാക്ടർക്ക് കൊടുത്തേക്കുമായിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ അമ്മയ്ക്ക് ആങ്ങളയ്ക്ക് വീട് വെച്ചത് അദ്ദേഹമാണ് കേട്ടോ. എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു, എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കിക്കണ്ട് ചെയ്യുമായിരുന്നു. ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിത് ഏൽപ്പിച്ചത്. കാരണം നമുക്കിത് ഇന്നത് ചെയ്യാൻ, ഇന്നതുപോലെ ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ചെയ്യിക്കാൻ നമുക്ക് ആളില്ല. ഞാൻ രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് പണിക്കാർ പോകും. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ നിന്ന് ചെയ്യിക്കാനുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ പുള്ളി അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഒരു വിശ്വാസവും തോന്നിയത് കൊണ്ട് നമ്മൾ പണി ഏൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പണിക്കാരൊക്കെ മാറിയിട്ട് അവരിപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ വർക്കുള്ളത്. അപ്പോൾ ഇവിടെ വർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ വന്നു, ഇത് എളുപ്പം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. പിന്നെ അദ്ദേഹം വേറൊരാൾക്ക് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കയറി മാറി കുറേ പണിക്കാരൊക്കെ വന്ന് ഏറ്റവും എന്നെ മെനക്കെടുത്തിയത് ഈ പെയിൻറ്റിങ്ങുകാരാണ്. എൻ്റെ പ്രിയങ്ങളെ, എനിക്കത് ഏതായാലും നമുക്ക് വീട് പണിത് നമ്മൾ കയറി താമസിച്ചത് കൊണ്ട് കുറ്റം പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ അവർ കാരണം ഞാൻ അനുഭവിച്ച മനപ്രയാസം ചില്ലറയല്ല. എനിക്ക് ഉറക്കമില്ലാതെ, എനിക്ക് സമാധാനം ഇല്ലാതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട പ്രിയങ്ങൾ. ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ ഓരോ കാര്യങ്ങളും കാണുമ്പം എനിക്ക് സങ്കടം വരുന്നുണ്ട്. മുത്തുമണി വിളിക്കുന്നു. ഹലോ, ഒന്നും എടുക്കുമല്ല. ഇല്ല, കഴിക്കണം. അപ്പൂനൊക്കെ എക്സാം ആണോ? ഇല്ല, ഇടാം. കാണിക്കാം, ഇടാം. കാണിക്കാന്നല്ല, ഇടാം. ഞാൻ ആരുവാ ഫൈനിടാൻ? ഇതൊന്നുമില്ല കള. ജാനിക്കുട്ടിയും കുഞ്ഞൂനും ഒക്കെ ഇവിടെ ഉണ്ട്. ഇന്ന് മോനിക്കുട്ടൻ്റെ സ്കൂളിലെ PTA മീറ്റിംഗ് അല്ലായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് മോനിക്കുട്ടനെ കൊണ്ട് അവിടെ കൊങ്ങണത്തെ അപ്പച്ചനെ കാണാനൊന്ന് പോയി. ഇനി ഒരാളൂടെ ഇരിക്കുവോ കസേരയിൽ? മാമിക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടോ? എന്തോ വരുന്നോ? വരുന്നോ രാമ? വരുന്നോ?
എന്തോ എന്തോ പറഞ്ഞു? ആ ആ എന്തോ ആ ലൈറ്റോ ആ ചോറുണ്ണാം. ഞാനിമോക്ക് തുമ്മി തുമ്മി ഉപ്പാട് വന്നിരിക്കും. അപ്പോൾ ഇച്ചിരി ചൂട് കഞ്ഞി കൊടുക്കാം. എന്തോ ആ ചൂടാ തണുക്കട്ടെ കേട്ടോ. എടുത്ത് കുടിക്കണ്ടേ? മാമി തണുപ്പിച്ച് തരാം. ഇച്ചിരി മോര് കുടിക്കട്ടെ? ഉപ്പിട്ടു. ഓ ചൂട് ഒന്ന് മെഴുകോട്ട് വേണോ അവളെ? എന്തോ മോന് വേണോ? കൂട്ടണേ. കഞ്ഞി കുടിച്ചാൽ മാമി തരാൻ വെള്ളം കേട്ടോ. കഞ്ഞി കുടിച്ചാൽ കൊണ്ടുവരുമോ പനി? കൊണ്ടുവരും. ഈച്ച മതി വേണം. നീ കഴിഞ്ഞു ഈച്ച അല്ലത് മെഴുകുവരട്ടിക്കകത്തെയാ. ഇതോ ആ മാറിയോ? ജാനിമോൾ ഉറങ്ങി ഇവിടെ കിടം തുമ്മി തുമ്മി ഉപ്പാട് വന്നിരിക്കും. അയ്യോ ദേണ്ട കയറി കിടന്ന് പോന്നില്ലയോ? വിട്ടേടാ കുഞ്ഞു പോന്നില്ലയോ? പോന്നില്ലയോ? ഇവിടെ കിടന്നുറങ്ങുവാ? ടാറ്റ ടാറ്റ. ആ മതി അതൊക്കെ അവിടെ കിടന്നു രാവിലെ ഒന്ന് ഉറപ്പിക്കാം.
മാവൻ വന്ന് ജാനിക്കുട്ടിയും കുഞ്ഞോനെയൊക്കെ കൊണ്ടുപോയി. ഇനി ഞാൻ ഇച്ചിരി ചോറിനട്ടെ പ്രിയങ്ങളെ. കുഞ്ഞുങ്ങൾ അവർ കഞ്ഞിയാണ് കുടിച്ചത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇടയ്ക്ക് വിട്ടുപോയി. പറയണമെന്ന് ഉദ്ദേശിച്ച കാര്യം പറയാനും പറ്റിയില്ല. വേറൊന്നുമല്ല, എൻ്റെ പ്രിയങ്ങൾ കുറേ വീഡിയോസിലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. വീട് മാറ്റത്തിന് സുജാമയെ കണ്ടില്ലല്ലോ എന്തിയെന്നൊക്കെ. അപ്പോൾ സുജാമ നാളെ വരുന്നുണ്ട്. അതായത് ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. ശനിയാഴ്ച സുജാമ വരും. ചിലപ്പോൾ ഈ വീഡിയോ വരുന്നതിന് മുമ്പ് ഷോർട്ട് വീഡിയോ ഒക്കെ വന്നിരിക്കും. അപ്പോൾ സുജാമയും ഷാജണ്ണനും കൊച്ചുമാളും കൂടെ വരുന്നത്. കൊച്ചുമാളു +2 പാസ്സായി. ഇനി ഡിഗ്രിക്ക് BSc ഫിസിക്സ് എടുത്തേക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് സുജാമയുമായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ. നാളെ കാണാം കേട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.